അപ്പം നമ്മുടെ ഇന്നത്തെ താരം എന്ന് പറയുന്നത് കല്ലുമ്മക്കായ റോസ്റ്റാണ്. അതിന് വേണ്ടിയുള്ള കല്ലുമ്മക്കായ ക്ലീൻ ചെയ്ത് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിക്കാൻ വെച്ചതാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞ ശേഷം അതിലേക്കൊരു പാൻ എടുത്ത് ആ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഉള്ളി ഇട്ട് വഴറ്റുക. ഉള്ളി ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് തക്കാളിയും ഗ്രീൻ ചില്ലിയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. അതിൻ്റെ ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് കട്ടായി പോയി. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഗ്രീൻ ചില്ലി പേസ്റ്റ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്നിവ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പേസ്റ്റുകളെല്ലാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൗഡറുകളാണ് ആഡ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ഞാൻ ആഡ് ചെയ്യുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണ് എങ്കിൽ നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി എടുക്കാം. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എന്നിവ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് പിന്നെയും മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ പേസ്റ്റും പൊടികളും എല്ലാം കൂടെ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുറച്ച് മതി, ഇത് മതിയാവും. ഇനി ഇത് ഒഴിച്ച് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ആ ഒഴിച്ചു കൊടുത്താൽ വെള്ളം വറ്റി വരുമ്പോൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച കല്ലുമ്മക്കായ ഡ്രൈ ആയിട്ടാണ് ഉണ്ടാവുക. കണ്ടോ, ഇതേപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ കല്ലുമ്മക്കായ ഇതിലേക്ക് പെട്ടെന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ആ കല്ലുമ്മക്കായയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കല്ലുമ്മക്കായ ഉടഞ്ഞു പോവാത്ത രീതിയിൽ വേണം അത് മിക്സ് ചെയ്തെടുക്കാൻ. നല്ല ജെൻറ്റിലായിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ കല്ലുമ്മക്കായ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ടൊമാറ്റോ സോസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ലാത്തവർ ആഡ് ചെയ്യണ്ട, തികച്ചും ഓപ്ഷണലാണ്. അങ്ങനെ നമ്മുടെ റോസ്റ്റ് റെഡി. ഇനി നമുക്ക് ഇത് ദോശയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ സുൽത്താന. ബൈ.